കേരളത്തിലെ പുണ്യഭൂമിയായ ഏറ്റുമാനൂരിൽ ശിവൻ സമർപ്പിച്ചിരിക്കുന്ന ഒരു ഗംഭീര ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. വാസ്തുവിദ്യാ വൈഭവത്തിനും ദിവ്യപ്രഭാവത്തിനും പേരുകേട്ട ഈ ക്ഷേത്രം തലമുറകളായി ഭക്തരെ അമ്പരപ്പിച്ച ഒരു നിഗൂഢ പ്രതിഭാസത്തെ മറയ്ക്കുന്നു: നിഴലില്ലാത്ത പതാക. ക്ഷേത്രത്തിന് മുകളിൽ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന സ്വർണ്ണ കൊടിമരമുണ്ട്. എന്നാൽ പകലിന്റെ സമയമോ സൂര്യപ്രകാശത്തെയോ പരിഗണിക്കാതെ ഈ പതാക ഒരിക്കലും നിലത്ത് നിഴൽ വീഴ്ത്തുന്നില്ല. ഉച്ചതിരിഞ്ഞ് സൂര്യപ്രകാശം ചുറ്റുമുള്ളതിലെല്ലാം മൂർച്ചയുള്ള നിഴലുകൾ വീഴ്ത്തുമ്പോൾ പോലും ഏറ്റുമാനൂരിന്റെ കൊടിമരത്തിന് മുകളിലുള്ള പതാക ഉയർന്നു നിൽക്കുന്നു, പൂർണ്ണമായും നിഴലില്ലാതെ. ഇത് വെറും യാദൃശ്ചികതയല്ല, മറിച്ച് ദിവ്യ അടയാളം ആണെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. ചിലർ പറയുന്നത് ശിവൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ ശക്തമാണ്, അത് പ്രകൃതി നിയമങ്ങളെ വളച്ചൊടിക്കുന്നു. മറ്റു ചിലർ വിശ്വസിക്കുന്നത് അതീന്ദ്രിയ ജ്ഞാനത്താൽ അനുഗ്രഹിക്കപ്പെട്ട വാസ്തുശില്പികൾ പൂർണ്ണമാക്കിയ പുരാതന ക്ഷേത്ര രൂപകൽപ്പനയുടെ ഫലമാണിത്. ഐതിഹ്യമനുസരിച്ച് ക്ഷേത്രത്തിൽ ദിവ്യശക്തി ഉള്ള ആകാശജീവികൾ ക്ഷേത്രം സന്ദർശിച്ചു. കൊടിമരം പവിത്രമായതിനാൽ ഈ സ്വർഗീയ ശക്തി പതാക ആഗിരണം ചെയ്യുന്നതായും അത് അമാനുഷികവും മനുഷ്യ ഭൗതിക ശാസ്ത്രത്തിന്റെ മണ്ഡലത്തിനപ്പുറവുമാക്കുന്നു എന്നും പറയപ്പെടുന്നു. ശാസ്ത്രജ്ഞരും ഫോട്ടോഗ്രാഫർമാരും വർഷത്തിലെ വ്യത്യസ്ത സമയങ്ങളിൽ സന്ദർശിക്കുന്ന നിഴലിനെ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ആരും വിജയിച്ചിട്ടില്ല. നിഴലില്ലാത്ത പതാക പരിഹരിക്കപ്പെടാത്ത ഒരു രഹസ്യമായി തുടരുന്നു. നൂറ്റാണ്ടുകളുടെ വിശ്വാസവും ഇതിഹാസവും സംരക്ഷിക്കുന്നു. എല്ലാ വർഷവും ഏഴര പൊന്നാന ഉത്സവത്തിനായി ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്നു. ഇത്രയും മഹത്തായ ഒന്നിന് പ്രകൃതിയെ എങ്ങനെ വെല്ലുവിളിക്കാൻ കഴിയുമെന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് പലരും അത്ഭുതത്തോടെ നോക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്: ഏറ്റുമാനൂരിന്റെ പതാക നിഴലില്ലാതെ ഉയർന്നു പറക്കുന്നു. ചില സ്ഥലങ്ങളിൽ വിശ്വാസം ഇപ്പോഴും ശാസ്ത്രത്തെ മറികടക്കുന്നുവെന്ന് നിശബ്ദമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു.